ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ AKG വ്ളോഗ്. ഇന്നത്തെ വീഡിയോ വന്നിട്ട് സ്കിൻ ടൈപ്പിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ഫാമിലീസിലുള്ള എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എനിക്കും സുഖം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. നമ്മുടെ സ്കിൻ ടൈപ്പിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും പുതുതായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലിലെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയതിന് ശേഷം യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്നാൽ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പോൾ സ്കിൻ ടൈപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരാളുടെ സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് ആയിരിക്കില്ല വേറൊരാളുടെ സ്കിൻ ടൈപ്പ്. അപ്പോൾ വ്യക്തികളുടെയും സ്കിൻ ടൈപ്പുകളിൽ മാറ്റം ഉണ്ടായിരിക്കും. ഒരാളുടെ സ്കിൻ ടൈപ്പ് തന്നെ ആയിരിക്കില്ല മറ്റൊരാളുടെ സ്കിൻ ടൈപ്പ്. ആ ആളുടെ സ്കിൻ ടൈപ്പ് ആയിരിക്കില്ല വേറൊരാളുടെ സ്കിൻ ടൈപ്പ്. അതായത് എൻ്റെ സ്കിൻ ടൈപ്പ് ആയിരിക്കില്ല നിങ്ങളുടെ സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ പലതരത്തിലുണ്ട്. അതായത് വ്യക്തികളുടെ സ്വഭാവം പോലെ തന്നെയാണ് അവരുടെ സ്കിൻ ടൈപ്പിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് പലതരത്തിലുണ്ട്. ഡ്രൈ സ്കിന്ന്, നോർമൽ സ്കിന്ന്, ഓയിലി സ്കിന്ന്, കോമ്പിനേഷൻ സ്കിന്ന്, സെൻസിറ്റീവ് സ്കിന്ന്, ഇങ്ങനെ സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് 5 തരത്തിലുണ്ട്. നമ്മൾ ഈ ഒരു സ്കിൻ ടൈപ്പ് ഒന്നും അറിയാതെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ, അതായത് മോയ്സ്ചറൈസറോ സൺസ്ക്രീനോ ടോണറോ ഒക്കെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ടൈപ്പിന് അത് പറ്റില്ലാത്തതാണെന്നുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും അല്ലേ. സ്കിന്നിന് പറ്റുന്നതായിരിക്കും ചിലപ്പോൾ ഓയിലി സ്കിന്നുകാർ യൂസ് ചെയ്യുക, ചിലപ്പോൾ ഡ്രൈ സ്കിന്നിന് പറ്റുന്നതായിരിക്കും ഓയിലി സ്കിന്നുകാർ യൂസ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാ വെച്ചാൽ അതിൻ്റെ സ്കിൻ ടൈപ്പ്, അതായത് നമ്മൾ സ്കിൻ ടൈപ്പ് അറിഞ്ഞിട്ട് വേണം നമ്മളിതൊക്കെ യൂസ് ചെയ്യാനായിട്ട്. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ സ്കിന്നിന് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ സ്കിൻ ടൈപ്പ് നമ്മൾ മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കണം. ടൈപ്പ് അറിയാതെയാണ് നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ സ്കിന്നിന് വേണ്ടി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് അത് വിപരീത ഫലമായിരിക്കും ഉണ്ടാക്കുക. അതായത് ഇപ്പോൾ ചില പ്രോഡക്റ്റ് നമ്മൾ വാങ്ങി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പം നമുക്കത് പറ്റിയെന്ന് വരും. ചിലപ്പം ഭാഗ്യവശാൽ നമുക്കത് പറ്റിയതായിരിക്കും. ചില സമയത്ത് ചിലപ്പോൾ അത് നമുക്ക് പറ്റിയെന്നും വരില്ല. അപ്പം നമ്മുടെ തിളക്കം, അതായത് നമ്മുടെ സ്കിന്നിൻ്റെ തിളക്കം നഷ്ടപ്പെടും. അതായത് അവിടെ നമ്മുടെ പണം നഷ്ടമാവും, സമയം നഷ്ടമാവും, സംരക്ഷണ മാർഗങ്ങൾ നഷ്ടമാവും, എല്ലാം നഷ്ടമാവും. മാത്രമല്ല 8ൻ്റെ പണി നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് അറിഞ്ഞിട്ട് വേണം ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട്. അതായത് മോയ്സ്ചറൈസർ ആണെങ്കിലും ടോണർ ആണെങ്കിലും സൺസ്ക്രീൻ ആണെങ്കിലും ഒക്കെ യൂസ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ സ്കിൻ ടൈപ്പ് അറിഞ്ഞിട്ട് വേണം. അപ്പോൾ സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് 5 തരത്തിലാണെന്ന് പറഞ്ഞു. ഫസ്റ്റ് വന്നിട്ട് ഓയിലി സ്കിന്നാണ്. അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഓയിലി സ്കിൻ എന്ന് പറയുമ്പം അപ്പം തന്നെ അതിലുണ്ട്, കാരണം അവരുടെ സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ഓയിലി ആയിരിക്കും. അതായത് എക്സസ് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്കിൻ ടൈപ്പ് ആയിരിക്കും അവർക്ക്. എപ്പോഴും ഓയിലി ആയിട്ട് തന്നെ ഉണ്ടായിരിക്കും. ഇനിയിപ്പോൾ തലയിലൊക്കെ എണ്ണയൊക്കെ തേച്ച് കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും പറയണ്ട, അപ്പോഴത്തേക്ക് കുറച്ചുകൂടെ നമുക്ക് നെറ്റിയുടെ ഭാഗത്തൊക്കെ ഇറങ്ങി നിൽക്കും, കുറച്ചുകൂടെ എക്സസ് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ എന്താ വെച്ചാൽ പൊതുവേ അവരുടെ സ്കിന്ന് ഓയിലി ആയിരിക്കും. അവർ ഓയിലി ഫുഡ് കഴിക്കുന്ന ആൾ കൂടിയാണെങ്കിൽ പറയണ്ട. അപ്പോൾ എന്തായാലും ഓയിലി കൂടത്തേ ഉള്ളൂ. ഓയിലി സ്കിന്നുകാർക്ക് ആക്നെ കൂടി വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതായത് എക്സസ് ഓയിൽ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ പുറത്തൊക്കെ പോയിട്ട് വെയിൽ കൊണ്ട് ഇങ്ങോട്ട് വരും കൂടിയാണെങ്കിൽ പറയണ്ട. അപ്പോൾ അവരുടെ സ്കിന്നിൽ പൊടിയൊക്കെ അഴുക്കുമൊക്കെ നിറഞ്ഞിട്ട് അത് പിന്നെ ചെറിയ പിമ്പിൾസ് ആവും, പിന്നെ വലിയ പിമ്പിൾസ് ആവും. അങ്ങനെ പിമ്പിൾസ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഈ മൂക്കിൻ്റെ ഭാഗത്തുനിന്ന്, അതായത് മൂക്കിൻ്റെ സൈഡിലും അതുപോലെ തന്നെ മൂക്കിൻ്റെ സൈഡിൽ നിന്ന് കവിളിൻ്റെ ഭാഗത്തേക്കായിട്ട് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും കൂടി വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കൂടുതലായിട്ടും ബ്ലാക്ക് ഹെഡ്സ്, അതായത് ഓയിലി സ്കിന്നുകാർക്ക് കൂടുതലായിട്ടും ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ സൂക്ഷിക്കേണ്ടതെന്ന് വെച്ചാൽ ഓയിലി ഫുഡ് കഴിക്കുന്നത്, അതായത് കുറച്ചുകൊണ്ട് വരിക. പടയെ കഴിക്കേണ്ടെന്നല്ല കേട്ടോ. ഒരുപാട് പേർക്ക് ഇഷ്ടമായിരിക്കും ഓയിലി, അങ്ങനെ പൊരിച്ചതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അത് പടയെ ഒഴിവാക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അപ്പം ഓയിലി ഫുഡ് കുറച്ചുകൊണ്ട് വരിക. അപ്പം തന്നെ നമ്മുടെ അതായത് ഓയിലി സ്കിന്നുകാരുടെ ആ ഒരു എക്സസ് ഓയിൽ ഫേസിൽ വരുന്നത് കുറച്ച് കുറയും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മുഖം കഴുകുക, അതായത് രാവിലെ കഴുകുക, പിന്നെ ഉച്ചയ്ക്ക് കഴുകുക, പിന്നെ നമുക്ക് വൈകുന്നേരം ആയാലും നമുക്ക് മുഖം കഴുകുക, അങ്ങനെയൊക്കെ കഴുകുക. ഫേസ് വാഷോ അല്ലെങ്കിൽ സോപ്പോ, ഫേസ് വാഷാണ് ഏറ്റവും നല്ലത്. അപ്പം ഓയിലി സ്കിന്നുകാർക്ക് പറ്റിയിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഫേസ് കഴുകുക, 2 തവണ കഴുകുക. ഫേസ് വാഷൊക്കെ യൂസ് ചെയ്ത് കഴുകുകയാണെന്നുണ്ടെങ്കിൽ രാവിലെയും അതുപോലെ രാത്രിയും മാത്രം യൂസ് ചെയ്താൽ മതി. അല്ലാതെ നിങ്ങൾ കഴുകുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം രാവിലെ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് നമ്മൾ യൂസ് ചെയ്യേണ്ട, രാത്രി കിടക്കാൻ നേരത്ത് ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴുകിയിട്ട് കിടന്നാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പച്ചവെള്ളം മുഖത്ത് ഇങ്ങനെ മുഖം കഴുകില്ലേ, അങ്ങനെ ഒന്ന് കഴുകുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ നല്ലൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. അവർക്ക് പറ്റിയിട്ടുള്ള മോയ്സ്ചറൈസർ ഉണ്ടാവും മാർക്കറ്റിൽ. ഇപ്പം
ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കിട്ടുന്നതാണ്. ഈ എണ്ണമയം കൂടുതലുള്ള ആൾക്കാർ വെയിലത്തേക്ക് പോകുന്ന സമയത്ത് ഉള്ള എണ്ണമയം കാരണം അതിൽ കുറേ പൊടിയും അഴുക്കും ഒക്കെ നിറഞ്ഞിട്ടുണ്ടാവും. അത് നിറഞ്ഞിട്ടാണ് പിന്നെ അവർക്ക് അവിടെ പിമ്പിൾസ് ആയിട്ട് മാറുന്നത്. അത് ഇങ്ങനെ അഴുക്കും പൊടിയൊക്കെ നിറഞ്ഞു നിന്നിട്ട് മുഖമൊന്നും കഴുകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിമ്പിൾസ് കൂടി വരാനുള്ള ചാൻസ് കൂടുതലാണ്. പുറത്തേക്കൊക്കെ പോകുമ്പം വെയിലൊക്കെ ഏൽക്കുക എന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഓയിലി സ്കിന്നുകാർക്ക് പറ്റിയിട്ടുള്ള സൺസ്ക്രീൻ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്തിട്ട് പോവുക. അതുപോലെ തന്നെ പുറത്ത് പോയി വന്നിട്ടുണ്ടെങ്കിൽ നല്ലോണം മുഖം കഴുകുക. അപ്പോൾ ഈ നമ്മുടെ മുഖത്ത് പിമ്പിൾസ് വരാനുള്ള ചാൻസ് ഒക്കെ കുറവായിരിക്കും. അതായത് ഓയിൽ കിടന്നാൽ മാത്രമാണ് പിമ്പിൾസ് കൂടി വരാൻ, അതായത് അഴുക്കും പൊടിയൊക്കെ കൊണ്ട് ഓയിൽ കിടക്കുമ്പോഴാണ് ഈ പിമ്പിൾസ് കൂടി വരാനുള്ള ചാൻസ്. അപ്പം പിമ്പിൾസ് കുറയാനായിട്ട് ഈ ഒരു ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്തിട്ട്, അതായത് ഏതെങ്കിലും നിങ്ങൾക്ക് സ്യൂട്ടായ ഓയിലി സ്കിന്നുകാർക്ക് സ്യൂട്ടായിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ഫേസ് കഴുകുന്ന സമയത്ത് പിമ്പിൾസ് വരാനുള്ള ചാൻസ് കുറവായിരിക്കും. അതായത് ഒരു പരിധി വരെ നമുക്ക് പിമ്പിൾസ് വരുന്നതും ആക്നെ ഇല്ലാതാക്കാനും ഒക്കെ ആയിട്ട് സഹായിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓയിലി ഐറ്റംസ് ഫുഡുകൾ കുറച്ച് കുറയ്ക്കുക, അതിന് ശ്രദ്ധിക്കുക. ഓക്കെ, എങ്കിലേ നമുക്ക് ഈ എക്സസ് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ കുറേയൊക്കെ നമുക്ക് തടയാൻ പറ്റുള്ളൂ. നമ്മൾ പുറത്ത് മാത്രം ഇനി സ്കിൻ കെയർ ചെയ്തിട്ട് കാര്യമില്ല, അകത്ത് കഴിക്കുന്നതിലും നമ്മൾ ഓയിലി അടങ്ങിയിട്ടുള്ള ഫുഡുകളൊക്കെ കുറച്ചൊന്ന് ഒന്ന് നിയന്ത്രിക്കുക. ഓക്കെ, അപ്പം നമുക്ക് അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് നമ്മൾ പുറമെ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റുകളൊക്കെ ഫലിക്കും. പിന്നെ ഓയിലി സ്കിന്നുകാർക്കുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് പെട്ടെന്ന് പ്രായം തോന്നിക്കില്ല. ഫേസിൽ എപ്പോഴും ഒരു ഗ്ലോ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രായം പെട്ടെന്ന് തോന്നിക്കില്ല. അതൊരു ഗുണമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഓയിലി സ്കിന്നിനെ പറ്റി പറയാനുള്ളത്. വന്നിട്ട് ഡ്രൈ സ്കിന്നാണ്, അതായത് എൻ്റെ സ്കിന്ന് ഡ്രൈ സ്കിന്നാണ് കേട്ടോ. അപ്പോൾ ഇപ്പം ട്രൈ ടു നോർമൽ ആയിട്ട് വരുന്നുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പം ട്രൈ ടു നോർമലിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഡ്രൈ സ്കിന്നുകാരുടെ സ്കിന്നെന്ന് പറയുന്നത് ഭയങ്കര ഡ്രൈ ആയിരിക്കും. അതായത് ജലാംശം തീരെ ഉണ്ടാവില്ല, അതായത് ഹൈഡ്രേഷൻ തീരെ ഉണ്ടാവില്ല. പിന്നെ മാത്രമല്ല ചുളിവുകളൊക്കെ ഉണ്ടാവും, ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഡെഡ് സ്കിൻ ഒരുപാട് ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ അത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ചൊറിയാനൊക്കെ തോന്നും, ചൊറിച്ചിലൊക്കെ വരും. ഈ ചൊറിച്ചിൽ വരുന്നത് കൊണ്ട് തന്നെ ഡെഡ് സ്കിന്നൊക്കെ ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ തുരുതുരുപ്പ് പോലെ ഉണ്ടാവും. അവരുടെ സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് ഇവിടെയൊക്കെ ഇങ്ങനെ തുരുതുരുപ്പ് പോലെയായിരിക്കും, മൃതകോശങ്ങൾ എന്ന് പറയും. അപ്പം അതൊക്കെ എന്താ പറയുക, ജലാംശത്തിൻ്റെ കുറവ് കൊണ്ട് അങ്ങനെ വരുന്നതാണ്. അപ്പോൾ അവർ നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക, അതായത് ഒരു 2 മണിക്കൂർ കൂടുമ്പോഴെങ്കിലും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. ഈ ഡ്രൈ സ്കിന്നുകാർക്ക് ഈ ഫൈൻ ലൈൻസ് ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് പ്രായം തോന്നിക്കും. പിന്നെ ഈ ജലാംശം തീരെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ ചൊറിച്ചിലൊക്കെ വരും. എനിക്ക് ആദ്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഈ സൈഡിലൊക്കെ ആയിട്ടും ഇവിടെയൊക്കെ ആയിട്ടും പിന്നെ ഈ നെറ്റിയുടെ മേലെ ഭാഗത്ത് ഇവിടെയൊക്കെ ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഡെഡ് സ്കിൻ ഇങ്ങനെ കിടക്കുന്നത്, ഒരു തുരുതുരുപ്പ് പോലെ. ഇപ്പം അതൊന്നുമില്ല, ഇപ്പം അതൊക്കെ മാറി. ഇങ്ങനത്തെ സ്കിൻ ടൈപ്പാണ് ഈ ഡ്രൈ സ്കിൻ എന്ന് പറയുന്നത്. തീരെ ജലാംശം ഉണ്ടാവില്ല. ഇന്നുകാർ ചെയ്യേണ്ടത് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക, അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യാതെ, അതായത് വരണ്ട ചർമ്മത്തിന് പറ്റിയിട്ടുള്ള ഫേസ് വാഷും അതുപോലെ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് ഇങ്ങനെ പിന്തുടരുകയാണെന്നുണ്ടെങ്കിൽ നല്ല മാറ്റം നമുക്ക് ഉടനെ കാണാനാവും. അടുത്തത് വന്നിട്ട് നമ്മുടെ മൂന്നാമത്തെ സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് കോമ്പിനേഷൻ സ്കിന്നാണ്. ഈ കോമ്പിനേഷൻ സ്കിൻ എന്ന് പറയുന്നത് നെറ്റിയും നമ്മുടെ ഈ മൂക്കിൻ്റെ ഭാഗവും ഈ താടിയുടെ ഭാഗത്തും ഓയിലി ആയിരിക്കും. അതാണ് ഈ കോമ്പിനേഷൻ സ്കിൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ടീ സോൺ, ഈ നെറ്റി എന്ന് പറയുന്നത് ഇവിടെ ടീ സോൺ, അതായത് ടീ ഇങ്ങനെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ടീ സോൺ, അതായത് ടീ ഒരു ഷേപ്പിലാണെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ടീ സോൺ എന്ന് പറയുന്നത്. അപ്പോൾ ടീ സോൺ ഭാഗം ഓയിലി ആയിരിക്കും, കവിളിൻ്റെ ഭാഗം ഡ്രൈ ആയിരിക്കും. ഇത്തരത്തിലുള്ള സ്കിൻ ടൈപ്പുള്ള ആൾക്കാരുടെ സ്കിന്നിനെയാണ് ഈ കോമ്പിനേഷൻ സ്കിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം സ്കിൻ ടൈപ്പുകാർ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് പെട്ടെന്ന് തന്നെ മൂക്കിൻ്റെ ഈ സൈഡിൻ്റെ ഈ ഭാഗത്തായിട്ടും ഈ മൂക്കിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് ഈ കവിളിൻ്റെ ഭാഗത്തേക്കായിട്ടും വലിയ പിമ്പിൾസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. മാത്രമല്ല ബ്ലാക്ക് ഹെഡ്സ് നന്നായിട്ട് വരാനുള്ള ചാൻസും കൂടുതലാണ്. കാരണം ഈ ഒരു ഭാഗത്തായിരിക്കും ഓയിലി ആയിട്ട് ഉണ്ടാവുക. അപ്പം അവിടെ ഈ വെയിലത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ, വെയിലത്ത് മാത്രമല്ല കേട്ടോ, അല്ലാതെ പുറത്ത് പോയി കഴിഞ്ഞാലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവിടെ അടിഞ്ഞു കൂടിയിട്ട് അത് പിന്നെ ബ്ലാക്ക് ഹെഡ്സ് ആയിട്ട് മാറും. അങ്ങനെ ഏറ്റവും കൂടുതൽ ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉള്ളത് ഈ കോമ്പിനേഷൻ സ്കിൻ ടൈപ്പുകാർക്കും അതുപോലെ തന്നെ ഓയിലി സ്കിൻ ടൈപ്പുകാർക്കുമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ കോമ്പിനേഷൻ സ്കിന്നുകാർക്ക് ഈ ഒരു ഭാഗത്ത്, അതായത് മൂക്കിൻ്റെ ഈ സൈഡിലായിട്ട് നന്നായിട്ട് ഓയിലി ആയിരിക്കും. അപ്പോൾ അവിടെ നന്നായിട്ട് ബ്ലാക്ക് ഹെഡ്സ് വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. ഇവിടെ നിന്ന് ക്രമേണ അതിങ്ങനെ ഈ കവിളിൻ്റെ ഭാഗത്തേക്കായിട്ട് വരും.
പലരിലും ഞാൻ കണ്ടിട്ടുണ്ട് ഈ മൂക്കിൻ്റെ ഭാഗത്തും മൂക്കിൻ്റെ മുകളിലായിട്ടും അതുപോലെ മൂക്കിൻ്റെ ഇവിടുന്ന് ഈ സൈഡിലേക്ക് ഈ കവിളിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടും ബ്ലാക്ക് ഉള്ളത്. അപ്പോൾ അങ്ങനെ വരാനുള്ള ചാൻസ് കൂടുതലാണ് ഈ കോമ്പിനേഷൻ സ്കിൻ ടൈപ്പുകാർക്ക്. അത്തരത്തിലുള്ള സ്കിൻ ടൈപ്പുകാർ 2 ടൈപ്പുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ഇവിടെ ഡ്രൈ ആയിരിക്കും, ഇവിടെ ഓയിലി ആയിരിക്കും. അപ്പം ഈ ഡ്രൈ ആയിട്ടുള്ള ഭാഗത്ത് നമുക്ക് ഡ്രൈ സ്കിന്നിന് പറ്റിയിട്ടുള്ള മോയ്സ്ചറൈസറും അതുപോലെ ഓയിലി ഭാഗത്ത് നമുക്ക് ഓയിലി സ്കിൻ ടൈപ്പുകാർക്ക് പറ്റിയിട്ടുള്ള മോയ്സ്ചറൈസറും യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി ഇത്തരം സ്കിൻ ടൈപ്പുള്ള ആൾക്കാർ കൂടുതലായിട്ടും ഹൈഡ്രേഷൻ തരാനായിട്ടുള്ള മോയ്സ്ചറൈസർ, ഫേസ് വാഷൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത്രയേ ഉള്ളൂ കോമ്പിനേഷൻ സ്കിൻ ടൈപ്പിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. പിന്നെ വേറെ എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അടുത്തത് വന്നിട്ട് സെൻസിറ്റീവ് സ്കിൻ ടൈപ്പാണ് കേട്ടോ. അപ്പം നമ്മുടെ 4ാമത്തെ സ്കിൻ ടൈപ്പാണ് സെൻസിറ്റീവ് സ്കിൻ ടൈപ്പ്. സെൻസിറ്റീവ് സ്കിൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്തും പറ്റൂല. ഒരു സാധനവും, അതായത് ഒരു മോയ്സ്ചറൈസറും ഫേസ് വാഷോ അങ്ങനത്തെ ഒന്നും പറ്റൂല. അവർക്ക് എന്തും യൂസ് ചെയ്യുമ്പോഴേക്കും പെട്ടെന്ന് ഫേസിൽ റെഡ്നെസ് വരും, അല്ലെങ്കിൽ ഇച്ചിങ്സ് വരും, അല്ലെങ്കിൽ അലർജി ഉണ്ടാവും. അത്തരം സ്കിൻ ടൈപ്പുള്ള ആൾക്കാരാണ് ഈ സെൻസിറ്റീവ് സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത്. അവർക്ക് നമ്മൾ സാധാരണക്കാർ യൂസ് ചെയ്യുന്നതൊന്നും അവർക്ക് പറ്റൂല. അതാണ് സെൻസിറ്റീവ് സ്കിൻ എന്ന് പറയുന്നത്. അതായത് ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോഴും ലൈഫ് സ്റ്റൈൽ ചേഞ്ച് വരുമ്പോഴും അത് അവർക്ക് അവരുടെ സ്കിന്നിന് അത് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. അത്തരത്തിലുള്ള സ്കിൻ ടൈപ്പുള്ള ആൾക്കാരെയാണ് ഈ സെൻസിറ്റീവ് സ്കിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം സ്കിൻ ടൈപ്പുള്ള ആൾക്കാർക്ക് പ്രകൃതിദത്തമായ പ്രോഡക്റ്റുകളൊക്കെയാണ് അവർക്ക് ചേരുന്നത്, അവരുടെ സ്കിൻ ടൈപ്പിന് ചേരുന്നത്. അപ്പം അവർക്ക് ഈ ഒരു കെമിക്കൽ അടങ്ങിയിട്ടുള്ള പ്രോഡക്റ്റുകളൊന്നും അവർക്ക് ചേരത്തില്ല. അത് അവർക്ക് അവരുടെ സ്കിന്നിൽ തടിപ്പുണ്ടാക്കും, അതുപോലെ റെഡ്നെസ്, അതായത് ചുവന്ന നിറമൊക്കെ ഉണ്ടാവും. പിന്നെ അവരുടെ സ്കിന്നെന്ന് പറയുന്നത് നമ്മളിങ്ങനെ തൊടുമ്പോൾ തന്നെ ഒരു റെഡ്നെസ് ഇവിടെ ഉണ്ടാവും. നമ്മളിങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവിടെ ഒരു ചുവപ്പ് നിറം ഉണ്ടാവും. അവരെങ്ങനെ വരും, തൊടുമ്പോഴേക്കും അവർക്ക് ഇങ്ങനെ ചുവപ്പ് നിറം വരും. അങ്ങനത്തെ സ്കിൻ ടൈപ്പാണ് ഈ സെൻസിറ്റീവ് സ്കിൻ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് അങ്ങനത്തെ കെമിക്കൽ അടങ്ങിയിട്ടുള്ള പ്രോഡക്റ്റ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അത് അവർക്ക് അവരുടെ ഫേസിൽ തടിപ്പും അതുപോലെ റെഡ്നെസ്സൊക്കെ ഉണ്ടാക്കും. അത്തരം സ്കിൻ ടൈപ്പുള്ള ആൾക്കാർ പ്രോഡക്റ്റ് ഇങ്ങനെ മാറ്റി യൂസ് ചെയ്യാണ്ടിരിക്കുക. ഒരു പ്രോഡക്റ്റ് തന്നെ സ്ഥിരമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു 6 മാസം, ഒരു കൊല്ലമൊക്കെ സ്ഥിരമായിട്ട് അത് തന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ നിങ്ങൾക്ക് മാറ്റി യൂസ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം മാറ്റി യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഈ സെൻസിറ്റീവ് സ്കിൻ ടൈപ്പുകാർ യൂസ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് പ്രകൃതിദത്തമായി തയ്യാറാക്കിയ പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യുക. പിന്നെ ഈ കുങ്കുമപ്പൂവൊക്കെ അടങ്ങിയിട്ടുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പം യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. അതും ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്താൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ലാസ്റ്റ് വണ്ണാണ് നമ്മുടെ 5th വണ്ണാണ് നോർമൽ സ്കിൻ എന്ന് പറയുന്നത്. നോർമൽ സ്കിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, അതായത് ഡ്രൈ സ്കിന്നും അല്ല നോർമൽ സ്കിന്നും അല്ലാത്തൊരു ടൈപ്പ് സ്കിന്നാണ് നോർമൽ സ്കിൻ എന്ന് പറയുന്നത്. അപ്പം വരണ്ടതും അല്ല എന്നാൽ ഓയിലി അല്ലാത്തൊരു ടൈപ്പ് സ്കിന്നാണ് നോർമൽ സ്കിൻ എന്ന് പറയുന്നത്. മറ്റുള്ള സ്കിൻ ടൈപ്പുള്ള ആൾക്കാരെ അപേക്ഷിച്ചിട്ട് ഈ ഒരു സ്കിൻ ടൈപ്പിന് വലിയ പരിചരണങ്ങളൊന്നും ആവശ്യമില്ല. എങ്കിലും നമുക്ക് ഹൈഡ്രേഷൻ നിലനിർത്താനായിട്ടൊക്കെ നമുക്ക് നല്ലൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സ്ഥിരമായിട്ട് നമ്മളൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇവർക്ക് ഏത് മോയ്സ്ചറൈസറും അതുപോലെ തന്നെ ഏത് സൺസ്ക്രീനും പറ്റുന്ന ടൈപ്പുള്ള ഒരു സ്കിൻ ടൈപ്പാണ്. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പോൾ എല്ലാം പറ്റുന്ന ടൈപ്പുള്ള ആയതുകൊണ്ട് അവർക്ക് ഏതും യൂസ് ചെയ്യാം. എങ്കിലും അവർ സ്ഥിരമായിട്ട് സ്കിൻ കെയറിൽ ശ്രദ്ധിക്കാം. പിന്നെ ഞാനിവിടെ ഇതെല്ലാം ഓർഡറിൽ എഴുതി വെച്ചിട്ടാണ് കേട്ടോ പറയുന്നത്. എനിക്ക് കാണാതെ പെട്ടെന്ന് കിട്ടത്തില്ല, ഒരു ഓർഡർ കിട്ടത്തില്ല. അതുകൊണ്ട് ഞാനിവിടെ ഇങ്ങനെ ചെറിയ രീതിയിൽ ബുക്കിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടാണ് പറഞ്ഞത്. പിന്നെ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്കിൻ ടൈപ്പ് എന്ന് പറയാനുള്ളത്. ഏത് സ്കിൻ ടൈപ്പുള്ള ആൾക്കാരും ആയിക്കോട്ടെ, രാത്രിയൊക്കെ പുറത്ത് പോയി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലോണം ഫേസ് ക്ലീൻ ചെയ്യുക. അതായത് ഫേസ് വാഷോ സോപ്പോ നിങ്ങൾ ഏതാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്ത് നന്നായിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം വേണം കിടക്കുക. അതല്ല മോയ്സ്ചറൈസറൊക്കെ ഇടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ട് വേണം കിടക്കാനായിട്ട്. അത്രയേ ഉള്ളൂ. സ്കിൻ ടൈപ്പ് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പ മാർഗ്ഗമുണ്ട്. ഇത് ഞാൻ തന്നെ യൂട്യൂബിൽ പലരും പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ചെയ്തിട്ട് എനിക്ക് നല്ല അനുഭവമാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചത്. വേറൊന്നുമല്ല, എല്ലാവർക്കും അറിയുന്ന കോമൺ ആയിട്ട് അറിയുന്ന കാര്യമാണ് ടിഷ്യൂ എടുക്കുക. അതായത് രാത്രി നമ്മൾ നന്നായിട്ട് മുഖമൊക്കെ തുടച്ച് ഫേസൊക്കെ ക്ലീനാക്കി മുഖമൊക്കെ തുടച്ച് കഴിഞ്ഞതിന് ശേഷം രാവിലെ നീറ്റ് കഴിഞ്ഞാൽ ഒരു ടിഷ്യൂ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് മുഖമൊന്നും കഴുകരുത്. രാവിലെ നീറ്റ പാടന്നെ ഒരു ടിഷ്യൂ എടുക്കുക. എന്നിട്ട് നേർമ ടിഷ്യൂ, അതായത് ഒരു ടിഷ്യൂ നമ്മൾ 2 പ്രാവശ്യമായിട്ട് മടക്കിയാൽ മതി.
വലിയൊരു ടിഷ്യൂ എടുത്തിട്ട് അത് രണ്ടാക്കി മടക്കിയതിന് ശേഷം നമ്മൾ ഫേസിൽ ഇങ്ങനെ ഒന്ന് തുടച്ചു കൊടുക്കുക. ടിഷ്യൂ പേപ്പർ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എനിക്ക് തോന്നും പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും നല്ലതെന്ന്. ഇതിപ്പോൾ ഒരു ടിഷ്യൂ ആണ്. ആ ടിഷ്യൂ ഞാൻ ഇങ്ങനെ മടക്കി രണ്ടായിട്ട് മടക്കുക. എന്നിട്ട് നമ്മൾ രാവിലെ എണീറ്റ പാട് ഈ ടിഷ്യൂ നമ്മളിങ്ങനെ ഇങ്ങനെ ഒന്ന് തുടച്ച് കഴിഞ്ഞ് ഇങ്ങനെ ജസ്റ്റ് ഒപ്പി കൊടുത്താൽ മതിയാവും. അപ്പം നമുക്ക് കാണാം ഓയിലി ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഇവിടെ തുടച്ചു കൊടുക്കുക, ഇവിടെ രണ്ട് ഭാഗത്തും തുടച്ചു കൊടുത്താൽ ഓയിലി ആയിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഓയിലി സ്കിന്നായിരിക്കും. പിന്നെ നമ്മളിങ്ങനെ ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ ഇങ്ങനെ വെച്ച പാട് ഇങ്ങനെ പോരുകയാണെന്നുണ്ടെങ്കിൽ അത് ഡ്രൈ സ്കിന്നായിരിക്കും. പിന്നെ നോർമൽ സ്കിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ഇതാക്കുമ്പോൾ കുഴപ്പമില്ലാത്ത ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു നോർമൽ സ്കിന്ന് ഉള്ളതായിരിക്കും. അതല്ല കോമ്പിനേഷൻ സ്കിന്നാണെന്നുണ്ടെങ്കിൽ അവർ ഈ ടീ സോണിൻ്റെ ഭാഗവും മൂക്കിൻ്റെ ഭാഗത്തും താടിയുടെ ഭാഗത്തും അവിടെ നമ്മൾ ഇങ്ങനെ ഇതേപോലെ പിടിക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആ ഭാഗം മാത്രം ഒരു ഓയിലി ആയിട്ട് കാണാൻ പറ്റും. ആ ടിഷ്യൂവിൽ നമുക്കൊരു ഓയിലി ആയിട്ട് കാണാൻ പറ്റും. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അത് കോമ്പിനേഷൻ സ്കിന്നായിരിക്കും. പിന്നെ സെൻസിറ്റീവ് സ്കിൻ എന്ന് പറയാനാണെങ്കിൽ പറയണ്ടല്ലോ, അത് പ്രത്യേകിച്ച് പറയണ്ട. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു എളുപ്പമാർഗ്ഗം എന്ന് പറയുന്നത്. ഇപ്പോൾ ടിഷ്യൂ ഉപയോഗിച്ച് നമുക്ക് സ്കിൻ ടൈപ്പ് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എനിക്ക് വർക്കായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്കിൻ ടൈപ്പിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇത്തരത്തിലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്ന കുറച്ച് ഗ്യാങ്ങുകൾ ഉണ്ടാവുമല്ലോ, അവർക്കിത് ഇഷ്ടപ്പെടും, യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ.